ഹലോ SLC മക്കളെ, അപ്പൊ നമ്മുടെ എക്സാം മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പബ്ലിക് എക്സാം. മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാം. കമന്റ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. എക്സാമിന്റെ ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് A+, അത്യാവശ്യം നല്ല സിമ്പിൾ ആയിരിക്കും. 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ടഫ് അല്ലെ ട്രിക്ക് ആയിരിക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. മക്കളെ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സർ ഞാൻ പഠിച്ച ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരൊറ്റ ലൈവ് കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഫുൾ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റൂ. 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരൊറ്റ ലൈവ് കണ്ടുകൊണ്ട് എല്ലാ ലൈവ് പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷ പേപ്പറിൽ വരുന്ന നമുക്ക് ഉറപ്പിച്ചു വരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ആ ലൈവിൽ കണ്ട ചോദ്യങ്ങൾ പരീക്ഷയിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചിലപ്പോൾ എഴുതി വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ഒറ്റ ലൈവ് കണ്ട് പഠിച്ചതാണ്. നിങ്ങളുടെ തലയിൽ അത് ജസ്റ്റ് ടെമ്പററി ആയിട്ടുണ്ടെങ്കിലും പരീക്ഷ അവിടെ പോയപ്പോൾ അത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇതിനാകെയുള്ള സൊല്യൂഷൻ ഇനി അങ്ങോട്ട് എന്താണ്? മാക്സിമം ഇനിയുള്ള ലൈവുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് പങ്കെടുക്കുക. അതായത് അവസാനത്തെ എക്സാമിന്റെ തലേന്നുള്ള ലൈവ് മാത്രം ആയിട്ട് വന്ന് പങ്കെടുക്കാതെ ഇനി അങ്ങോട്ടുള്ള കുറച്ച് ലൈവുകൾ ഉണ്ടാവുള്ള ഓരോ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ അതിലെല്ലാത്തിലും വന്നിരിക്കുക. അതിൽ ഓരോ ലൈവും ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ ഒരു സംശയവുമില്ല, നിങ്ങൾക്ക് A+ അല്ലാണ്ട് മറ്റൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. ഇത് എക്സാമിനറിന്റെ ലൈവുകൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടിയോട് നിങ്ങൾ ചോദിച്ചാലോ, അല്ല അങ്ങനത്തെ കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാണ്, ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ കൺഫേം ചെയ്താലോ ഈ പറയുന്ന കാര്യം ശരിയാണോ, കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ കുട്ടികൾ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് സ്ഥിതി. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ക്ലാസ് കാണണം. ഇനി എന്താണ് ചെയ്യേണ്ടത് മക്കളെ? മോഡൽ എക്സാം കഴിഞ്ഞു, നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയാണ് പരീക്ഷാ പേപ്പർ പബ്ലിക് എക്സാം എങ്ങനെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്, എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യാൻ ചാൻസ്, എന്താണ് ഡിഫിക്കൽട്ടി, എല്ലാ കാര്യങ്ങളിലും ഒരു ധാരണ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ടാവും, ഞങ്ങൾക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി അങ്ങോട്ട് സാധാരണ ഇതുവരെ പഠിച്ച രീതിയിൽ അത് തന്നെ ഫോളോ ചെയ്താൽ നമ്മൾ കുറച്ച് മണ്ടത്തരായിരിക്കും കാണിക്കുന്നത്. നമ്മൾ കുറച്ച് എന്താണ് നമ്മുടെ പഠനത്തിന്റെ സ്റ്റൈലില് നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങള്, നമ്മൾ പഠിക്കുന്ന പാറ്റേണും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സാമിനർ ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ റെഡിയാക്കിയ സ്റ്റഡി പ്ലാൻ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമ്മൾ റിവീൽ ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ 7:30 നടക്കാൻ പോകുന്ന അൾട്ടിമേറ്റ് ഫൈനൽ സ്റ്റഡി പ്ലാൻ ആണ് മക്കളെ. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റഡി പ്ലാൻ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടില്ല, അതിൽ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കില്ല അത്. നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞു, അതിന്റെ കുറച്ച് ഇൻസൈറ്റ്സും കൂടി എടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ. അത് കംപ്ലീറ്റ്ലി അതിനകത്തെ ലൈവിൽ നമ്മുടെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും എല്ലാവർക്കും ഷെയർ ചെയ്യാം. വേണം പേരൻസിനെയും കൂടി ഇട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ഇന്ന് വൈകുന്നേരം. ഓക്കെ.